ഹായ്, നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു. അതായത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അബ്യൂസ് ഈസ് ഓക്കെ എന്ന് പറയുന്ന ആളുകളിൽ നിന്നാണ് നിങ്ങൾ ഹെൽപ്പ് സീക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിതം മുഴുവനും നരകിച്ച് തന്നെ പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും. പക്ഷേ അബ്യൂസ് ഈസ് നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉള്ള ആളുകളിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി പെട്ടെന്ന് തന്നെ ഹെൽപ്പ് കിട്ടും. കാരണം അത്തരത്തിലുള്ള ആളുകൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്ന അബ്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും അത് തെറ്റാണെന്ന് പറയാനും അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അബ്യൂസിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനും ഉപകാരപ്പെടും. അതോടുകൂടി തന്നെ തീർച്ചയായിട്ടും ഒരു വർഷങ്ങളായിട്ടുള്ളൊരു അബ്യൂസിൽ കൂടി കടന്നു പോകുമ്പോൾ, അതായത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം, അതായത് ഒരു കൗൺസിലിംഗ് സപ്പോർട്ട് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ മേ ബി കാരണം ഇത്രയും ലോങ് ടൈം ആയിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് ഒരു വ്യക്തിയുടെ ഇമോഷണൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് എല്ലാത്തിനും ഡാമേജ് ചെയ്യുന്നതാണ്. അതായത് ഫിസിക്കൽ ഹെൽത്തിൻ്റെ പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ സ്ട്രെസ് ലെവൽ, ബ്ലഡ് പ്രഷർ വളരെയധികം കൂട്ടാനും, മെറ്റാബോളിസം ഇഷ്യൂസ്, കാരണം ഫുഡ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് ശരീരത്തിൽ അബ്സോർപ്ഷൻ നടക്കുന്നില്ല, അതിൽ ഒബിസിറ്റി, അമിതവണ്ണം എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട്, അതേപോലെ സ്നോറിങ്, അതേപോലെ ഉറക്കത്തിൻ്റെ കുറവ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, അത്തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള രോഗങ്ങളിലേക്കും ഒരാളെ നയിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലും തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ഹെൽപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളായിരിക്കുന്ന ഈ ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഇതിനെയൊക്കെ എത്രമാത്രം എക്സ്ട്രീമായിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു രോഗിയാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ സൈക്കോളജിസ്റ്റും അല്ലെങ്കിൽ നിങ്ങളുടെ കൗൺസിലർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്ന, മെഡിസിൻ തരുന്ന നിങ്ങളുടെ ഡോക്ടറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുകൂടി കേൾക്കാനുള്ള പേഷ്യൻസും അതിനുള്ള മനസ്സും ഉള്ള ആളുകളുടെ അടുത്താണ് നിങ്ങളൊരു സോഷ്യൽ സപ്പോർട്ട്, മേ ബി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ എടുക്കുമ്പോൾ എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്ന് കേട്ട് ഇൻഡെപ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുള്ള ആളുകളിൽ നിന്നാണ് നിങ്ങൾ ഹെൽപ്പ് എടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഉപകാരപ്പെടും. കാരണം ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നടക്കുന്ന ക്രൂവൽറ്റി എന്താണെന്നുള്ളതും അതിൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളതും അത് ഒരു മനുഷ്യനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഒരു ഹ്യൂമൻ ബീയിങ് ഇത്തരത്തിലുള്ളൊരു കാര്യത്തിൽ എങ്ങനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ വാല്യൂവിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മനസ്സുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കാതെ അവരുടെ മനസ്സിലുള്ള പ്രിജുഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെൻ്റൽ തോട്ട്സിൽ നിന്ന് മാത്രമാണ് അവർ നിങ്ങളെ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. താങ്ക് യു.